ഹായ് നമസ്കാരം, അഭിലാഷാട്ടയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഷോർട്ട് ഫിലിമാണ് തലതെറിച്ചവൻ എന്ന ഈ ഷോർട്ട് ഫിലിം റസാഖ് മട്ടാഞ്ചേരി അദ്ദേഹം സംവിധാനം ചെയ്ത് അതിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട അലിൻ ജോസ് പെരേര അദ്ദേഹം ഇപ്പോൾ ഒമർ ലുല്ലു സാറിൻ്റെ സിനിമയിൽ വരെ അഭിനയിച്ചു. അപ്പോൾ തലതെറിച്ചവൻ്റെ റീച്ച് അറിയാലോ. ഇപ്പോൾ പുതിയ എപ്പിസോഡ് ഇറങ്ങിയിരിക്കുകയാണ്, അതും ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാം. അതിൽ നായകനായിട്ട് എത്തിയ പ്രിയപ്പെട്ട ഞങ്ങളുടെ ചങ്ക് അലിൻ ജോസ് പെരേര. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമസ്കാരം. സാറിൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു നാഴികക്കല്ല് എന്ന് തന്നെ പറയാല്ലേ തോന്നുന്നുണ്ട്. ഒരു മാഷ് കഥാപാത്രമാണ് ബിഗിനിങ്ങിൽ വരുന്നത്. പിന്നീട് കുറച്ചുകൂടി സംഘർഷമായിട്ടുള്ള കഥാപാത്രത്തിലേക്ക് അതിൽ വേറൊരു പയ്യൻ അഭിനയിച്ചായിരുന്നല്ലോ, ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഒരു പയ്യൻ, അതിന്റെ പേര് അഭിലാഷ് ആട്ടായ. പുള്ളി എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, നല്ല തിരക്കിടില്ല അല്ലേ? നമ്മുടെ പ്രശസ്ത റിവ്യൂ രാജാവ് അറിയപ്പെടുന്ന ആറട്ടണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട്. ഉണ്ടോ? പുള്ളി അണ്ണാ നമസ്കാരം. വണക്കണ്ണേ. ഇവിടെ വന്നിട്ട് കുറെ നാളായി. എന്തായാലും സന്തോഷം. തലതെറിച്ചവന്റെ ഒരു ഏത് ഭാഗം അഭിനയിച്ചിട്ടായിരുന്നു? അണ്ണനുണ്ടായിരുന്നു. അണ്ണന്ന് ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് അപ്പനും മോനും ഇടി കൂടുമ്പോ പിടിച്ചു മാറ്റുന്നു. ഭയങ്കര സീനായിരുന്നു. അതിപ്പോഴും റീച്ച് ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഓരോ ചാനലിലല്ലേ. ഇനിയിപ്പോ 10ാം ഭാഗത്തിലോ 12ാം ഭാഗത്തിലോ അണ്ണനെ പ്ലേസ് ചെയ്യാൻ നോക്കും. വീണ്ടും അണ്ണൻ മറ്റേ ഭയങ്കര ബെൻസിലൊക്കെ വന്ന് ഇറങ്ങണേ അല്ലേ, ആ രീതിയിൽ. അണ്ണാ എന്തായാലും ഒമർ ലുലു സാറ് പെരേരനെ വിളിക്കാൻ കാരണം ഞങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്. വിളിക്കാൻ കാരണം എന്താണെന്നറിയോ? ഈ തലതെറിച്ചവനാണ്. ഇദ്ദേഹത്തിന്റെ പപ്പയും കൂടി ഈ സിനിമയിലേക്ക് ഉൾപ്പെടുത്താൻ നോക്കിയ, പക്ഷെ പുള്ളി പക്ഷേ ഉൾപ്പെടുത്താൻ കാരണം എന്താണ്? തലതെറിച്ചവൻ. ഇതത്ര റീച്ചായി പോയി. പെരേരയുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാണ് അല്ലേ. എന്തായാലും റസാഖ് മട്ടാഞ്ചേരിയോട് നന്ദി പറയുകയാണ്. കാരണം അദ്ദേഹം നല്ല വെബ് സീരീസും ചെയ്യുന്നുണ്ട്, സീരിയസ് ആയിട്ട്. ഇതുപോലെ കോമഡി ആയിട്ട് കൂട്ടുന്ന പല വെബ് സീരീസും ചെയ്യുന്നുണ്ട്. പുള്ളി മെയിൻ സ്ട്രീമിലേക്ക് വരുന്നില്ല, കൂടുതലും സിനിമയില് ഉണ്ട്. പക്ഷേ ഇനി വരും. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് പടത്തിലൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി സെൽഫി എടുക്കുന്നുണ്ടായി പുള്ളിയായിട്ട്. തലതെറിച്ചവൻ കണ്ടിട്ടാണോ? അത് തന്നെ. എന്നാലും പിന്നെ അതുപോലെയാണ് ഞങ്ങൾ ആൽബത്തിൽ അഭിനയിച്ചായിരുന്നു. ഓണത്തപ്പനും ഞാനും. ശ്യാം ആനന്ദ് മ്യൂസിക് ചെയ്ത് നമ്മുടെ മറ്റേ അജയ് വാസുദേവേട്ടൻ. അതുപോലെ ഞാനും ആറാട്ടണ്ണനും പെരേരയും കൂടി ഒരു ഷോർട്ട് ഫിലിം ചെയ്യാണ്. അതും ഉടനെ ഉണ്ടാവും. അമ്മയാണ് സത്യമല്ലേ? അമ്മയാണ് സത്യമല്ല, അമ്മയെന്ന ആത്മബന്ധം. അപ്പൊ എന്തായാലും അണ്ണന്റെ സാന്നിധ്യം കൂടെ അതിനകത്തുണ്ട്. എന്തായാലും തലതെറിച്ചവനെ എല്ലാവരും കാണുക, കാണാത്തവര് കാണുക. ഷോർട്ട് ഫിലിം വരുന്നുണ്ട്. പ്രതിഭയിലൂരിന്റെ അടുത്ത ദിവസം സിനിമാക്കാരൻ ഗിരി അതിനുണ്ട്. പിന്നെ ഞാനും പെരേരയും കൂടി ഒരു സിനിമ വരുന്നുണ്ട്. ആറാട്ടണ്ണനും കൂടെ കൂടിയുള്ള ഒരു സിനിമ വരുന്നുണ്ട്. OTT മൂവിയാണ്. എന്നാൽ സസ്പെൻസ് ആണ്. എല്ലാവരുടെയും താല്പര്യം, സപ്പോർട്ട് എല്ലാം ഉണ്ടാവും. ഓക്കെ, എന്തായാലും സന്തോഷം. എന്തായാലും തലതെറിച്ചവൻ അടിപൊളിയാണ്. ഇപ്പോ 3000 പേര് കഴിഞ്ഞു. ഇനിയും ട്രോളിലേക്ക് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എത്തട്ടെ. അലിൻ ജോസ് പെരേര സൂപ്പർ സ്റ്റാർ ആവട്ടെ. നല്ലൊരു വർക്കാണ്. കാരണം അഭിലാഷ് ആട്ടായത്തിന്റെ ഫൈറ്റും എന്റെ രീതിയിലുള്ള ഫൈറ്റും പിന്നെ അതുകൂടാണ്ട് മലയാള സിനിമയിലെ മിമിക്രി കലാകാരന്മാരായ പലരും ഇതിനകത്ത് അഭിനയിച്ചു. മനോജ് കോട്ടയം പിന്നെ കോമഡി സ്റ്റാറിലെ ഒരു കലാകാരനാണ്. പിന്നെ ജയദേവ്, പിന്നെ അതുപോലെ തന്നെ വേറെ കുറെ പേര് അഭിനയിച്ചിട്ടുണ്ട് കോമഡി സ്റ്റാറിലെ. പിന്നെ മനോജ് കൊച്ചിയും വിമൽ തിരുവനന്തപുരം അഭിനയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഒരു പുതുമുകളുടെ ഒരു അണ്ണനുണ്ട്, റസാഖ് മട്ടാഞ്ചേരി ഉണ്ട്. സിനിമയില് അത്യാവശ്യം വേഷങ്ങൾ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് നമ്മൾക്കൊരു സഹായം എന്ന രീതിയിൽ ഇവർക്ക് നമ്മുടെ തലതെറിച്ചവനില് നമ്മൾ ഇനിയും അവസരം കൊടുക്കും. 15ാമത്തെ ഭാഗം അഭിനയിച്ചിട്ടുണ്ട്. മായ ഇടുക്കി അഭിനയിച്ചിട്ടുണ്ട്. ഒരു പച്ചക്കറി സീക്വൻസിൽ എല്ലാവരും ഉണ്ട്. എന്തായാലും അടിപൊളി. ഒരു ക്യാമിയോ അപ്പറൻസ് ആയിട്ട് ഹോട്ടൽ മുതലാളിയും ഉണ്ട്. ചേച്ചിയും ചേട്ടനും കൂടി. കൊച്ചുണ്ണി പെരുമ്പാവൂര് ആണല്ലേ. അപ്പൊ എന്തായാലും അഭിപ്രായം പറഞ്ഞില്ല. നല്ലൊരു ഷോർട്ട് ഫിലിമാണ്. അണ്ണനുണ്ടല്ലോ, പല വർക്കിലുണ്ടല്ലോ, നല്ലൊരു കലാകാരനും നല്ലൊരു മനുഷ്യനാണ്. അപ്പൊ എന്തായാലും ആറാടുകയാണല്ലേ. ആറാടുകയാണ്. ഓക്കെ, സന്തോഷം. അപ്പൊ ഞങ്ങൾ അടുത്ത ഷോർട്ട് ഫിലിം ഞങ്ങൾ ഉടൻ അതിന്റെ ഷൂട്ട് തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക. ഞങ്ങൾ ത്രിമൂർത്തികൾ അതിലുണ്ടാവും. ഓക്കെ, താങ്ക് യു.